ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു കുള്ളനെ നായകനാക്കിക്കൊണ്ട് നമ്മുടെ കെ.ജി. ജോർജ് ഒരു സിനിമ സംവിധാനം ചെയ്തത്. മേള എന്ന് പറഞ്ഞ പടത്തിലാണ് ഈ കുള്ളൻ അഭിനയിക്കുന്നത്. ഒരു സർക്കസിലെ ഒരു കോമഡിക്കാരനായിരുന്ന ആൾ ആദ്യമായിട്ട് മേള എന്ന് പറഞ്ഞൊരു സിനിമ, അതിൻ്റെ നാട്ടിൻ പുറം പശ്ചാത്തലം, അതിലത്തെ ആ കഥാപാത്രങ്ങളും എല്ലാം നമ്മളെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മേളയിലെ കുള്ളൻ രഘു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രഘു എന്നാണ് പേര്. അതിൽ അസാധ്യ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മമ്മൂട്ടി പോലും അന്തിച്ചു പോകുന്ന പ്രകടനമാണ് രഘു കാഴ്ചവെച്ചത്. മമ്മൂട്ടിക്ക് വന്ന ഉടനെ അധികം സിനിമകളൊന്നും മൂപ്പര് വന്നിട്ടില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ മമ്മൂട്ടീനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. മമ്മൂട്ടി വന്ന വഴി, മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം, അതൊക്കെ നമുക്കൊന്ന് നോക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു വീഡിയോ വെച്ചുതരാം. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാലോ. മമ്മൂട്ടിയുടെ ആദ്യ സിനിമ 1971 അനുഭവങ്ങൾ പാളിച്ചകൾ. ഒരു തോണിക്കാരനായ മുഹമ്മദ് കുട്ടി MTയുടെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ് പിന്നെ മമ്മൂട്ടിക്ക് ഒരു ചെറിയ റോള് കിട്ടിയത്. അത് കഴിഞ്ഞ് ദേവലോകം, തുടർന്ന് മേള, സ്ഫോടനം, യവനിക, തൃഷ്ണ. IV ശശി കൂട്ടുകെട്ടാണ് മമ്മൂട്ടിക്ക് വലിയ പേരുണ്ടാക്കി കൊടുത്ത തൃഷ്ണ. അതുപോലെ തന്നെ IV ശശിയുടെ സ്ഥിരം കുടുംബത്തിലെ നായക നടനായി മമ്മൂട്ടി. പിന്നെ വർഷം 30 ചിത്രങ്ങൾ വരെ മമ്മൂട്ടി അഭിനയിച്ചുണ്ടാക്കി. പിന്നെ ജോഷി ടീം, സാജൻ കൂട്ടുകെട്ട് വന്നതോടുകൂടി 80-90 കാലഘട്ടം ബേബി ശാലിനി തരംഗം വന്നു. പിന്നെ കുട്ടിപ്പെട്ടി മമ്മൂട്ടി, പൂങ്കണ്ണീര് മമ്മൂട്ടിയുടെ, പിന്നെ അതൊരു ഹിറ്റ് അടിച്ചു തുടങ്ങി. പിന്നെ ചക്കരോ, മാമുഹൂർത്തം, 11:30, ഒരു നോക്ക് കാണാൻ, എൻ്റെ ഉപാസന, പിന്നെ ആവർത്തന വിരസതയായിട്ടുള്ള പടങ്ങൾ അങ്ങോട്ട് വന്നതോടുകൂടി മമ്മൂട്ടീനെയും കുട്ടീനെയും പെട്ടീനെയും എല്ലാം കൂടി ജനം അങ്ങോട്ട് തൂത്തെറിഞ്ഞു. മമ്മൂട്ടിക്ക് ഒരു ഗതി ഇല്ലാണ്ടായി. ഇങ്ങനെ കരയണം മമ്മൂട്ടി ഒരു ശരിക്കും പെണ്ണുങ്ങൾ കരയനേക്കാളും ഗംഭീരമായി കരഞ്ഞിട്ട് സ്ത്രീജനങ്ങളെ കയ്യിലെടുത്തു. പക്ഷെ അത് അധികം നാൾ നീണ്ടു നിന്നില്ല. പുരുഷ ജന്മങ്ങളെല്ലാവരും കൂടി മമ്മൂട്ടിനെ ചവിട്ടി പുറത്താക്കി. അതാണ് മമ്മൂട്ടി. പിന്നെ ന്യൂഡൽഹിയാണ് മമ്മൂട്ടീനെ രക്ഷിച്ച സിനിമ. അപ്പോൾ കണ്ടില്ലേ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ചപ്പോൾ മമ്മൂട്ടിയുടെ മോന്ത കണ്ട നമുക്ക് എന്തെങ്കിലും പല്ല് കാണുമ്പോഴും ചെറിയ കാണുമ്പോഴൊക്കെ മമ്മൂട്ടിയാണെന്നറിയാം. കവിളൊക്കെ ഒട്ടി ഒരു നീർക്കൊലിയ പോലെയുണ്ട് മമ്മൂട്ടിനെ കാണാനായിട്ട്. അന്നത്തെ കാലത്ത് മമ്മൂട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിയത് മാമാട്ടുകുട്ടിയമ്മയും ഈ മമ്മൂട്ടിയും കൂടിയിട്ട് ദിവസം എല്ലാ സിനിമയിലും കരച്ചില പണി. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ മമ്മൂട്ടി, പെട്ടി, അതുപോലെ തന്നെ മാമാട്ടിക്കുട്ടിയമ്മ, ഇതുണ്ടെങ്കിൽ പടം ഹിറ്റാണ്. അതാണ് ശരിക്കുള്ള ഒരു അങ്ങനെ മൂപ്പര് ടൈപ്പായിട്ട് മാറി. ഒരുപാട് പടങ്ങളിൽ ഇതേപോലെ വന്നപ്പോഴാണ് നമുക്ക് വെറുത്ത് തുടങ്ങിയത്. അപ്പോഴാണ് മൂപ്പര് ഈ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാവാൻ പോയത്. മൂപ്പര് സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാവാൻ നിൽക്കുകയാണ്. ഒരു പടം പോലും വിജയിക്കേണ്ടായി. എന്നും കരയിൽ തന്നെ. ആദ്യമൊക്കെ നമുക്ക് എൻ്റെ ഉപാസന അങ്ങനെയുള്ള കുറേ പടങ്ങളൊക്കെ വന്നപ്പോൾ കരച്ചിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഈ കരച്ചിൽ തന്നെ പെണ്ണുങ്ങൾ കരയിനേക്കാളും ഗംഭീരമായിട്ട് മമ്മൂട്ടി കരയുക. അത്രയും നാണം കെട്ടവനാണ് അന്നത്തെ കാലത്തെ മമ്മൂട്ടിയുടെ അഭിനയം. അത് കണ്ട് ഒറ്റ നമ്മുടെ ചെറുപ്പക്കാരോ ഇത്തിരി പ്രായമായവരോ ഒറ്റ ആൾ സിനിമോട്ടാലേക്ക് കയറാനില്ലാണ്ടായി. അതോടുകൂടിയിട്ട് മമ്മൂട്ടി എന്തുണ്ടായി, ഒറ്റ മാറ്റലാണ് മമ്മൂട്ടി. അല്ലെങ്കിൽ ഇപ്പം ഇന്ന് ഈ കാണുന്ന മമ്മൂട്ടി ഇന്ന് അന്ന് ഉണ്ടാവില്ല. അന്ന് മമ്മൂട്ടി ഫീൽഡ് ഔട്ട് ആയതാണ്. ആ സമയത്താണ് ന്യൂഡൽഹി എന്ന് പറഞ്ഞൊരു പടം ജോഷി സംവിധാനം ചെയ്യുന്നത്. ആ പടത്തിൽ കൂടി ഇന്ന് മമ്മൂട്ടി തിരിച്ചു വന്നത്. ആ ഒരു പടം ഇല്ലെങ്കിൽ ഇന്ന് മമ്മൂട്ടി വാനിഷ്, സീറോ ആയിട്ട് പോയേനെ. നമ്മുടെ ശങ്കറിൻ്റെ ഒക്കെ പോലെ ആ ഒരു ഗതികേട് മമ്മൂട്ടിക്ക് വരാണ്ട് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ആ ന്യൂഡൽഹി എന്ന് പറഞ്ഞൊരു പടം. ആ പടത്തോടുകൂടി തിരിച്ചു വന്നതും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മമ്മൂട്ടിക്ക് ഇന്ന വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അന്ന് മേളയിൽ മൂപ്പര് വിജയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഗോവിന്ദൻകുട്ടി എന്നാണ് നമ്മുടെ രഘുവിൻ്റെ പേര്. ഈ ക്ലൈമാക്സ് സീനൊക്കെ നമുക്ക് എന്ത് ടച്ചബിളാണെന്നറിയാം. ഇതുപോലെയൊക്കെ സംവിധാനം ചെയ്യാൻ കെ.ജി. ജോർജിന് ഇനിയേ പറ്റുള്ളൂ. വേറൊരു സംവിധായകൻ ഇന്ന വരെ കെ.ജി. ജോർജിൻ്റെ മേലെ ഹൃദയസ്പർശിയായുള്ള സിനിമകൾ സംവിധാനം ചെയ്യാനുള്ള ഒരു സംവിധായകൻ ഇപ്പോൾ ഇവിടെ ഇല്ല. IV ശശി ഉണ്ടായിരുന്നു, അങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നു. കെ.ജി. ജോർജ്, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോണ അഭിനയമല്ലേ. അങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മുടെ രഘു കയറിപ്പോയത്. രഘു സർക്കസൊക്കെ വിട്ട് സിനിമയിലെ അഭിനയത്തിൽ മുഴുകി. പക്ഷെ വിചാരിച്ച പോലെ ചാൻസുകൾ കിട്ടിയില്ല. ഒരാൾ പോലും വിളിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വേറെ 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചു. പിന്നെ കമലഹാസൻ്റെ ആ കുള്ളന്മാരുടെ പടത്തിൽ അഭിനയിച്ചു. അങ്ങനെ കുറച്ച് പടങ്ങൾക്ക് ശേഷം രഘുവിനെ എല്ലാവരും തഴഞ്ഞു. ഈ പാവം ഈ ചാൻസ് ചോദിച്ച് നടക്കാത്ത
സ്ഥലങ്ങളില്ല. അവസാനം മമ്മൂട്ടിയും പോയി കണ്ടു. മമ്മൂട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ മനുഷ്യനാണ്. ആ ചെറിയ മനുഷ്യനുള്ള റോള് കിട്ടിയാലല്ലേ അഭിനയിപ്പിക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു രൂപം രഘുവിനും ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഇതൊക്കെ ആയതോടിയിട്ട് മൂപ്പര് വീണ്ടും മടുത്തു. ഇനി സിനിമ കാത്തിരുന്നിട്ട് കാര്യമില്ല, പട്ടിണി പരിവർത്തമായി നടക്കുന്നതോട് കൂടിയിട്ട് മൂപ്പര് എന്താണെന്ന് വെച്ചാൽ ഭാരത് സർക്കസിൽ വീണ്ടും പോയി കയറി. ആ പണ്ടത്തെ തൊഴിൽ തന്നെ വീണ്ടും ചെയ്തു. നമ്മളിപ്പോൾ രഘുവിനെ അവസാനം കണ്ടത് നമ്മുടെ ഈ ദൃശ്യം 2 അവസാനമായിട്ട് കണ്ടത്. അങ്ങനെ രഘു ഒരുപാട് രോഗങ്ങളൊക്കെ വന്നു മൂപ്പർക്ക്. നമ്മുടെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടാണ് മൂപ്പര് മരിച്ചത്. ഇപ്പോൾ അടുത്താണ് മരിച്ചത്. അപ്പോൾ ഒരു പാവം മനുഷ്യനാണെന്ന്. ആ മനുഷ്യനെ ഇന്ത്യയിൽ അറിയുന്ന ഒരു നടനാക്കി മാറ്റി. ആ മേള എന്ന് പറഞ്ഞ പടം പല ലാംഗ്വേജിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ എടുത്ത് ശരിക്കും സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കേണ്ട കേസ് പടമാണ് അതൊക്കെ. അങ്ങനെ മമ്മൂട്ടിയിലും കുറേ പടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ചരിത്രത്തിലേക്ക് കയറുക എന്ന് പറയില്ലേ, അതാണ് അതിൻ്റെ അത്. അപ്പോൾ നമുക്ക് ഈ രഘുവിനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ പക്രു ഇഷ്ടംപോലെ കാശുണ്ടാക്കി, ലക്ഷങ്ങളും കോടികളും മൂപ്പരുണ്ടാക്കി. ഈ രഘു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ സിനിമയിൽ നായകനായി അഭിനയിച്ച് ഇത്രയും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടിയിട്ട് പോലും 10 രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. അതതിന് വലിയൊരു നഷ്ടം തന്നെയാണ്. അതിൻ്റെ അമ്മയാണ് കഷ്ടപ്പെട്ട് കൂലിപ്പണിക്ക് പോയിട്ട് അതിനെ കുറേ നാൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് സർക്കസിലേക്ക് പോയത്. ഇപ്പോൾ അസുഖമായിട്ട് കിടന്നിട്ട് പോലും വളരെയധികം കാശുകളൊക്കെ ചിലവായി. മമ്മൂട്ടി കുറേ സഹായിച്ചു എന്ന് പറഞ്ഞു കേട്ടു രഘുവിന്. എന്നുവെച്ചാൽ മമ്മൂട്ടിക്ക് ആ സിനിമയിൽ അവർ വളരെ സുഹൃത്തുക്കളായിരുന്നു. അതേപോലെ തന്നെ സുഹൃത്ത് ബന്ധമായിരുന്നു മമ്മൂട്ടിക്ക് രഘുവിനോട്. അങ്ങനെ ദൃശ്യത്തിലേക്ക് മൂപ്പര് പറഞ്ഞു തന്നെ ചെറിയ വേഷമായാലും ദൃശ്യത്തിലേക്ക് മമ്മൂട്ടിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വെറുതെ ഇരിക്കണമെന്നൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ടാണ്. എന്നിട്ട് ആ ചായക്കടയിൽ ഒരു സീൻ 2-3 കുറച്ച് സീൻസുകളുണ്ട് അത് കൊടുത്തത്. അപ്പോൾ ഓരോ കലാകാരന്മാർ വരുന്നു പോകുന്നു, നമ്മളാരും അറിയുന്നില്ല. അവർ യവനിക്കുള്ളിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും അന്വേഷിക്കാറില്ല. ഇത്രയും നമ്മുടെ രഘുവിനെ പറ്റി പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.